റഷ്യയെ സംബന്ധിച്ചിടത്തോളം യുക്രൈനിലൂടെ നാറ്റോയെയും പാശ്ചാത്യ ശക്തികളെയും അവർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. തുടർച്ചയായി ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടായ റഷ്യ ഇറാനെ സഹായിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ യുദ്ധം ഉറപ്പായും ഉണ്ടാക്കുന്നത് ഒരു ഓയിൽ ക്രൈസിസ് ആണ്. ഇപ്പോൾ തന്നെ എണ്ണവില ഉയർന്നു തുടങ്ങി. അത്തരമൊരു പ്രതിസന്ധി ഉണ്ടായാൽ അത് റഷ്യക്ക് സഹായകരമാവും. റഷ്യയുടെ എണ്ണയുടെ മൂല്യം വളരുകയും ലോകം മുഴുവൻ റഷ്യയുടെ എണ്ണയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഇടപെടൽ ഉണ്ടാകും എന്ന് അമേരിക്ക ആശങ്കപ്പെടുന്നു. പക്ഷേ പിന്നോട്ട് പോവാൻ കഴിയില്ല. ഇസ്രായേലിനെ തകർക്കാൻ 151 ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ച ഇറാനോട് പകവീട്ടാതെ പകരം ചോദിക്കാതെ ഇസ്രായേലിന് ഉറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ യുദ്ധത്തിന് വേണ്ടി മുട്ടി നിൽക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും അവർ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി. ആദ്യം തന്നെ സൈബർ ആക്രമണമായിരിക്കും ഉണ്ടാവുക. ഇറാന്റെ ആശയവിനിമയ സംവിധാനങ്ങളൊക്കെ ഹാക്ക് ചെയ്യാനുള്ള നീക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ പേജർ നെറ്റ്വർക്ക് തകർത്തതുപോലെ, മുമ്പ് ഇറാന്റെ ആണവ പദ്ധതിയുടെ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്ത് ഇല്ലാതാക്കിയതുപോലെ ഇറാനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ സൈബർ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇറാൻ ആശങ്കയോടുകൂടിയാണ് അതിനെ നോക്കിക്കാണുന്നത്.